ഹലോ ഡോക്ടർ തസ്നീം ഹിയർ. അപ്പോൾ ഇന്ന് ഞാൻ മേക്കപ്പ് കിറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാ മേടിച്ചതാണ് മറ്റേ നമ്മുടെ NYB അതിന്ന്. അപ്പോൾ എനിക്ക് സത്യത്തിൽ മേക്കപ്പിനെ പറ്റിയിട്ട് വലിയ അറിവൊന്നുമുള്ളൊരു വ്യക്തിയല്ല ശരിക്കും. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരുങ്ങാനൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 1-2 ബ്യൂട്ടീഷ്യൻസ് എനിക്ക് പരിചയമുള്ളവരോട് വാട്സാപ്പിൽ ഞാൻ ജസ്റ്റ് മെസ്സേജ് ചെയ്ത് ചോദിച്ചു എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പരിപാടി. അപ്പം എനിക്ക് അത്യാവശ്യം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇൻസ്റ്റ കയറുമ്പോൾ ഫുള്ള് വന്നിട്ട് ഇങ്ങനെ ഓരോരോ ഇതിൻ്റെ മെസ്സേജസാണ്, മേക്കപ്പ് കിറ്റിൻ്റെ, അതുപോലെ തന്നെ കുറേ മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെ. അപ്പം ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ എനിക്ക് കുറച്ച് കൊള്ളാമെന്ന് തോന്നിയ, അതായത് ഈ കിറ്റിനകത്ത് അത്യാവശ്യം വേണ്ടുന്ന കുറേ കാര്യങ്ങൾ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പർപ്പിൾ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ സ്റ്റോറിൽ നിന്നാണ് ഞാനിത് മേടിച്ചേക്കുന്നത്. ഇന്നലെ ഞാൻ ഓർഡർ ചെയ്തു, ഇന്നലെ തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. വിത്തിൻ 2 hours ദേ ഡെലിവേർഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പിറകിൽ ഇതിൽ എന്തൊക്കെ ഐറ്റംസ് ആണുള്ളതെന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ വില 999 ആണ് അവർ പറയുന്നത്. എനിക്ക് 600 സംതിങ് ആണ് ആയത്. അപ്പോൾ നമുക്ക് BB ക്രീമുണ്ട്, പ്രൈമർ, സെറ്റിംഗ് സ്പ്രേ, കോമ്പാക്റ്റ്, ബാക്കി പൗഡർ എല്ലാം ഉണ്ട് ഇതിനകത്ത്. മസ്കാര ഉണ്ട്, ദെൻ നമ്മുടെ എന്താണ് ഐലൈനർ എല്ലാം അത്യാവശ്യം, കാജൽ, നോട്ട് ഐലൈനർ, കാജൽ, അതെല്ലാം ഇതിനകത്തുണ്ട്. സോ ദിസ് ഈസ് ദ തിങ്. ഇതാണ് ഞാൻ എടുക്കാം, പുറത്തെടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തന്ന് ഞാൻ മേക്കപ്പ് ഇട്ട് കാണിച്ച് തരാം. അപ്പോൾ എന്താണ്, ഫാസ്റ്റ് ഡെലിവറി ആയിരുന്നു. നിങ്ങൾക്ക് അല്ലാതെ ആമസോൺ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഓർഡർ ചെയ്യാം. ഇത് അവൈലബിൾ ആണ്, അത്യാവശ്യം എല്ലാ പേജസിനകത്തും ഇത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഓർഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൈമറാണ്. പ്രൈമർ, ഓക്കെ, ഇതാണ് പ്രൈമർ. കുറച്ച് മതിയാവും. ഓക്കെ, വളരെ കുറച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഫൈൻ. ഒരു ജെല്ല് പോലെ കാണും പ്രൈമർ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ പ്രൈമർ എന്നുള്ള സാധനം ഇവിടെ കാണുന്നത്, ഉപയോഗിക്കുന്നത്. ഇന്ന് കോളേജിൽ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ഈ സംഭവം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് BB ക്രീം. ദിസ് ഈസ് BB ക്രീം. അതായത് അപ്പോൾ ഇങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് നല്ല കുറച്ച് ഇത് വേണം, മേക്കപ്പ് ഇട്ടു എന്ന് അറിയുന്ന രീതിക്ക് അത്ര ഇതിൽ കൊഞ്ചം ഇതായില്ല, ഡാർക്കായിട്ട് വേണം, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാര്യമായിട്ട് ഈ BB ക്രീം ഇടണം. അപ്പോൾ എനിക്ക് അധികം മേക്കപ്പ് ഇഷ്ടമല്ല, ഇടാൻ ഇഷ്ടമാണ്, പക്ഷേ ഓവറായിട്ട് എനിക്ക് ഇഷ്ടമല്ല. കുറച്ച് ആവശ്യത്തിന് ഇതെനിക്ക്, അതാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമായത്. കാര്യം ഓവറായിട്ടൊന്നും ഇല്ല, ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ബ്ലഷൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കി എങ്ങനെയാണ് ഈ സാധനം യൂസ് ചെയ്യേണ്ടത്, എന്നിട്ടാണ് ഞാൻ ബ്ലഷൊക്കെ ഇടുന്നത്. അപ്പോൾ ബ്ലഷ് എനിക്ക് ഇതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടാവാം, എനിക്ക് ആക്ച്വലി എങ്ങനെയാണെന്നുള്ളത് സംഭവം അറിഞ്ഞുകൂടാ. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ബ്ലഷണത്. ഓക്കെ, ഇവിടെ മൂക്കിനകത്തൊക്കെ ഒരു വര വരച്ച്, പിന്നെ എനിക്ക് ഇതില്ല, അതുകൊണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് കുത്തും. ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത്. എനിക്ക് കറക്റ്റ് ഇത് ഇങ്ങനെ ആണോ എന്നും കൂടെ അറിയത്തില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഐഷാഡോ ഇല്ല, അതുകൊണ്ട് ഞാൻ ബ്ലഷ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു ഇച്ചിരി കൂടെയൊക്കെ കളർ വന്നെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ദെൻ വന്നിട്ട് എന്താണ്, നെക്സ്റ്റ് ഐറ്റം ഈസ്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള എന്താണ് കാജൽ എഴുതിയതിന് ശേഷം നമ്മൾ കോമ്പാക്ട് പൗഡർ ഇടുന്നതായിരിക്കും ബെറ്റർ. ഓൾറെഡി കാജൽ കുറച്ച് ഇതിനകത്ത് ഉണ്ട്, ബിക്കോസ് ഞാൻ ഇന്ന് കോളേജ് ഇട്ടിട്ട് പോയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രമേ ഇടണുള്ളൂ. ഇതെല്ലാം കൂടെ റിമൂവ് ചെയ്യാൻ പാടാണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ സത്യം പറഞ്ഞാൽ ഞാൻ കുറേ കാജൽ യൂസ് ചെയ്തിട്ടുണ്ട്. ലാക്മേ ഐക്കോണിക് വരെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ സ്പ്രെഡ് ആയിട്ടുണ്ട്. ഈ സാധനം ഇതുവരെ സ്പ്രെഡ് ആയിട്ടില്ല. ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കുറച്ച് സ്പ്രെഡ് ആയതുപോലെ, അത് വേറൊന്നും അല്ല. ഇട്ടിരുന്ന മേക്കപ്പ് ഞാൻ പോയി വാഷ് ചെയ്തതിന് ശേഷം ഞാൻ അവിടെയൊക്കെ ഇങ്ങനെ തുടച്ചപ്പോൾ ഇത് സ്പ്രെഡ് ആയതാണ്, അല്ലാതെ ഇത് സ്പ്രെഡ് ആയിട്ടില്ല. ഇത് നല്ലതാണ്. ഈ സംഭവം എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഞാൻ എൻ്റെ കുട്ടികളുടെ അടുത്തൊക്കെ ചോദിച്ചു എൻ്റെ കാജൽ സ്പ്രെഡ് ആയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെത് NYBയുടേത് സ്പ്രെഡ് ആയിട്ടില്ല. പിന്നെ നമുക്കുള്ളത് മസ്കാരയാണ്. മസ്കാര ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. സോ മസ്കാര നമുക്ക് യൂസ് ചെയ്യാം.
ജസ്റ്റ് ഞാനൊന്ന് തൊടുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് കോമ്പാക്ട് പൗഡർ. ഓക്കെ, ഞാൻ ഇങ്ങനെ കുഞ്ഞിതൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം വേണോ അത്രത്തോളം എടുക്കുക, അങ്ങോട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇത് എത്ര നമ്മൾ അപ്ലൈ ചെയ്താലും എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മൾ മേക്കപ്പ് ഒത്തിരി ഇട്ടിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നത്തില്ല. യൂഷ്വലിൽ നിന്ന് എന്തൊക്കെയോ കുറച്ച് ഡിഫറൻസ് അങ്ങനെ ഫീൽ ചെയ്യുള്ളൂ. ഇന്ന് എൻ്റെ കൊളീഗ്സ് എല്ലാവരും അങ്ങനെയാണ് പറഞ്ഞത്. എന്നും കാണുന്ന പോലെയല്ല, എന്തോ ഒരു വ്യത്യാസം അങ്ങനെ നമുക്ക് നോട്ടീസ് ആവത്തുള്ളൂ. അല്ലാതെ ഭയങ്കരമായിട്ട് ഓവർ കുട്ടിയൊക്കെ ഇട്ട് എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് എനിക്കത് ഒത്തിരി ഇഷ്ടമായത്. ദെൻ ദിസ് വൺ ലിപ്സ്റ്റിക്ക് കുറച്ച് ലൈറ്റാണ്, ഭയങ്കര ഓവറല്ല ഇതും. ഇത്രയും മതിയാവും എനിക്ക്, ഇത്ര ഒന്നും ഇടാറില്ല. ലിപ് ബാമൊക്കെ ഇട്ടിട്ട് പിന്നെ അങ്ങ് തുടച്ചളയും, എന്നിട്ട് ബാക്കി അതിനകത്ത് എത്ര ഉണ്ടോ അതാണ്. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ് ദാറ്റ് ഈസ് വേറൊന്നുമല്ല, നമുക്കൊരു സെറ്റിംഗ് സ്പ്രേ കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് സെറ്റിംഗ് സ്പ്രേ. നമ്മളിതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓപ്പൺ ആവണില്ല. സ്പ്രേ അടിച്ച് നമ്മളിതിനങ്ങ് സെറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് പരിപാടി. ഓക്കെ, ഞാനിതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ്, പ്രൈസും ബാക്കി ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എനിക്ക് ഫൈനൽ ലുക്ക് ഞങ്ങൾക്ക് ഫോട്ടോസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങുക. അത്യാവശ്യം നമുക്കിപ്പം എവിടെയെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യണമല്ലോ, അങ്ങനെയുള്ളവർക്ക് ഞാൻ ഹൈലി റെക്കമെൻഡിങ് ദിസ്. ബിക്കോസ് നമുക്ക് എപ്പോഴും ബ്യൂട്ടി പാർലറിൽ പോകാനും വേറെ ആളിനെ കൊണ്ട് ചെയ്യിപ്പിക്കാനൊന്നും പറ്റത്തില്ല. ഈ സാധനം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആരും ആശ്രയിക്കാതെ സ്വന്തമായിട്ട് ഇട്ടുകൊണ്ട് പോകാം. 5 പൈസയുടെ ചിലവില്ല, ഈ വാങ്ങുന്ന പൈസ അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ അല്ലാണ്ട് മേക്കപ്പ് ചെയ്യാനായിട്ട് ബ്യൂട്ടി പാർലറിൽ പോയി കഴിഞ്ഞാൽ ഒരു 2000 എബോ എന്താണ് നമ്മൾ പേ ചെയ്യേണ്ടി വരും. നമുക്കറിയാം, മിക്കവാറും മാസത്തിൽ ഒരു ഫംഗ്ഷനെങ്കിലും കാണും. ഓരോ മാസവും ഈ 2000 നമ്മളിങ്ങനെ കൊടുക്കുക എന്ന് പറയുന്നതിനേക്കാളും എത്രയോ ഭേദമാണ് ഒരു 600 സംതിങ് അങ്ങോട്ട് ചിലവാക്കിയത് വാങ്ങി വയ്ക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും, നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ആമസോണിൽ അവൈലബിൾ ആണ്. പർപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓൺലൈൻ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പർപ്പിളിൻ്റെ ഡെലിവറി ഒന്നും നിങ്ങളുടെ നാട്ടിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആമസോണോ ഫ്ലിപ്കാർട്ടോ ഇനി മീഷോയിലുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ഏതാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റും വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. എനിക്കിത് റെക്കമെൻഡ് ചെയ്യുന്നത് വേറെ ആരുമല്ല, ഇൻസ്റ്റാ കുക്കീസാണ്. അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ നോക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയതാണിത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.